നമസ്തേ. സംഗീതത്തെക്കുറിച്ചും സംഗീത ശാസ്ത്രങ്ങളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചുമൊക്കെ വലിയ അറിവൊന്നും ഇല്ല എങ്കിലും വായിച്ചും കേട്ടും മനസ്സിലാക്കിയും അപഗ്രഥിച്ചുമൊക്കെ പഠിച്ചതും അറിഞ്ഞതുമായ വളരെ കുറച്ച് അറിവുകൾ കൈവശമുണ്ട്. അത് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ചില വീഡിയോകൾ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങാൻ കാരണം ധാരാളം വ്യക്തികൾ ധാരാളം പോസ്റ്റുകൾ ധാരാളം ഇടങ്ങളിൽ ഇടുന്നത് കണ്ടു. ഇവരൊക്കെ കൃത്യമായ സംസ്കൃതം അറിഞ്ഞിട്ടോ സംഗീത ശാസ്ത്രം അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ സംഗീതത്തിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ സ്വരങ്ങളെക്കുറിച്ചോ വലിയ അവഗാഹമുണ്ടായിട്ടോ അല്ല എന്ന് തോന്നി. നന്നായി പാട്ട് പാടുന്നവർ അതിൻ്റെ ചരിത്രം പൂർണ്ണമായി അറിഞ്ഞുകൊള്ളണം എന്നില്ല. നന്നായി ഗാനം ചെയ്യുന്നവർ തന്നെ അതിൻ്റെ അർത്ഥം പൂർണ്ണമായി അറിഞ്ഞാണോ പാടുന്നത് എന്നൊക്കെ സംശയങ്ങളുണ്ട്. അങ്ങനെ കുറേ സംശയങ്ങൾ വന്നപ്പോൾ ചിലയിടങ്ങളിൽ അത് ചോദിച്ചപ്പോൾ നമ്മെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചതിന് ശേഷം തോന്നിയ ഒരു ഉപായം ആണ് ഇതിനെക്കുറിച്ച് ആ തെറ്റിദ്ധാരണകൾ മാറ്റിക്കൊടുക്കുന്ന വീഡിയോകൾ ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ തുടക്കമായി ചില ഗാനങ്ങളൊക്കെ എടുത്തു വച്ച് പലരും പല കാര്യങ്ങളും പറയുന്നത് കേൾക്കുകയും വായിക്കുകയും ചെയ്തു. അത് അവർ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടാണോ ഇട്ടത് എന്ന് ചെറിയ ഒരു സംശയം തോന്നുന്നു. കാരണം ഹിസൈനസ് അബ്ദുള്ള എന്ന ലോഹിതദാസ് സിബിമലയിൽ ചിത്രത്തിലെ ഏകദേശം 10, 13, 15 മിനിറ്റോളമുള്ള വലിയ ഒരു ഗാനമാണ് ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതമെന്നുള്ളത്. കൈതപ്രവും മോഹൻലാലും മത്സരിച്ച് അഭിനയിച്ച് രവീന്ദ്രൻ മാഷും യേശുദാസും മത്സരിച്ച് പാടി തകർത്ത ഒരു ഗാനം. സംഗീതത്തിൻ്റെ അത്യാവശ്യ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്ന തരത്തിൽ, എന്നാൽ ഏറ്റവും ലളിതമായി തന്നെ അത് എഴുതി വച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മാഷാണ്. അതിന് നല്ല ആധികാരികതയോടുകൂടി വേണ്ട കൃത്യമായ രാഗങ്ങൾ ചേർത്ത് ഈണമൊരുക്കിയത് രവീന്ദ്രൻ മാഷാണ്. അത് ആ ഭാഗത്ത് സാക്ഷാൽ കൈതപ്രം തന്നെ അഭിനയിക്കുകയും കൈതപ്രത്തിൻ്റെ ഭാഗം രവീന്ദ്രൻ മാഷ് തന്നെ പാടുകയും മോഹൻലാൽ എതിർ ഭാഗത്ത് ഹിന്ദുസ്ഥാനി രീതിയിൽ പാടുകയും അത് ഏറ്റവും നന്നായി പാടി യേശുദാസ് പ്രതിഫലിപ്പിക്കുകയും ചെയ്തു. അത് തുടങ്ങുന്നത് ഇങ്ങനെയായിരുന്നു: ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം. ദേവസഭാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. ഇങ്ങനെയാണ് ആ ഗാനം തുടങ്ങുന്നത്. അതിൻ്റെ അർത്ഥം ദേവസഭാതലം, ഏറ്റവും വലിയ സഭ ദേവന്മാരുടെ സഭയാണെന്ന് പറയപ്പെടുന്നു. അവിടെയാണ് നൃത്തവും സംഗീതവുമൊക്കെ
വളരെയധികം പരിപോഷിപ്പിക്കപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു. അവിടെ നിന്നാണ് നൃത്തവും സംഗീതവും ഒക്കെ നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയത് എന്ന് പറയപ്പെടുന്നു. നാരദനിലൂടെയും രാവണനിലൂടെയും ഹനുമാനിലൂടെയും ശിവനിലൂടെയും ഒക്കെ സംഗീതവും, ശിവനിലൂടെയും പാർവതിയിലൂടെയും നന്ദികേശ്വരനിലൂടെയും ഒക്കെ നൃത്തവും താളവുമൊക്കെ നമുക്ക് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ശേഷം വേദവ്യാസൻ അത് കൃത്യമായി പകുത്ത് സാമവേദം എന്ന ഒരു വേദം തന്നെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. 4 വേദങ്ങൾക്ക് പുറമെ ആ വേദം ഭരതമുനി എടുത്ത് നാട്യശാസ്ത്രമാക്കുകയും അതിനുള്ളിൽ താളത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചുമൊക്കെ വിശദമായി പറഞ്ഞിട്ടും ഉണ്ട്. അങ്ങനെയുള്ള ആ ദേവസഭാതലം വളരെ മനോഹരമാക്കുവാൻ, രാഗിലമാക്കുവാൻ, രാഗങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ നാദമയൂഖം എന്ന് പറയപ്പെടുന്നത് സാക്ഷാൽ ശിവനെയാണെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. കാരണം ആ നാദങ്ങളുണ്ടായത് ശിവനിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. ശിവൻ്റെ ഡമരുകത്തിൽ നിന്ന് ഓംകാരമുണ്ടാവുകയും ആ മുതൽ ആ വരെയുള്ള അക്ഷരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പഴയ പുരാണ ചരിത്രം പറയുന്നത്. ആലോചിച്ചാലും ഏകദേശം അത് ശരിയാണെന്ന് മനസ്സിലാകും. അങ്ങനെ ആ നാദമയൂഖത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് വെച്ചാൽ സാക്ഷാൽ ശ്രീ പരമേശ്വരനെ, നാദത്തിൻ്റെയും നടനത്തിൻ്റെയും ഒക്കെ അത്യുന്നതത്തിൽ നിൽക്കുന്ന ആ മഹേശ്വരനെ, പരബ്രഹ്മത്തെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ആദ്യ വരിയുടെ അർത്ഥം. തൽക്കാലം നിർത്തുന്നു. ബാക്കി വഴിയെ. നന്ദി, നമസ്കാരം. ദേവസഭാതലമാകിലമാകുവനാദമയൂഖമേ സ്വാഗതം സ്വാഗതം സ്വാഗതം.